നമസ്കാരം. എല്ലാ ACV പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഈസ്റ്റർ ദിനാശംസകൾ. ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഒരു താരദമ്പതികളാണ്. അതെ, ആരൊക്കെയാണെന്ന് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണം. പക്ഷേ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു തീർക്കാം. ഏതായാലും പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡ് വെരി ഫേമസ് ആക്ടർ ആൻഡ് ഡാൻസർ ജോൺ ആണുള്ളത്. 3G ആണ് ഏറ്റവും പുതിയ ചിത്രം ജോണിന്റെ. വെൽക്കം ജോൺ ആൻഡ് ഈസ്റ്റർ ദിനാശംസകൾ. ഓക്കെ, ഇനി എൻ്റെ വലതുഭാഗത്ത് ഒരു വെരി ക്യൂട്ടി ബബ്ലി ബോയ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് അടുത്തതായിട്ട് പറയാം. അതിനു മുൻപ് ജോണിന്റെ പ്രിയതമ, നമ്മുടെ മലയാള സിനിമയുടെ വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ് ധന്യ മേരി വർഗീസ്. വെൽക്കം ആൻഡ് ഈസ്റ്റർ ദിനാശംസകൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ വ്യക്തിയെ പരിചയപ്പെടുത്തണം. മൂന്നാമത്തെ ആളുടെ അദ്ദേഹത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഈസ്റ്റർ ആണ്, ആദ്യത്തെ ഈസ്റ്റർ ആണ്. ഒപ്പം അല്ലേ, എൻ്റെ പേര് ജോഹാൻ അല്ലേ? ജോഹാൻ, വെൽക്കം, ഈസ്റ്റർ ദിനാശംസകൾ കേട്ടോ. ഓക്കെ, ഏതായാലും രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിനാശംസകൾ. എങ്ങനെയാണ്, ഞാനിപ്പോൾ രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈസ്റ്റർ ആയിട്ട്. നിങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ തുടങ്ങാം അല്ലേ, വീട്ടമ്മയായതുകൊണ്ട്. ഓക്കെ, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈസ്റ്ററിന് കുറച്ച് സമാധാനമായിട്ട് നമ്മൾ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. അല്ലാത്തപ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും. ഞാൻ ഒരു വഴിക്ക് പോവും, മമ്മി, ഡാഡി, ബ്രദർ എല്ലാവരും പല വഴിക്കാണ്. അപ്പം ഒന്നിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ കിച്ചണിൽ ഞാൻ വലിയ പ്രാവീണ്യമൊന്നും ഇതുവരെ നേടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ അറിയാവുള്ളൂ. എനിക്ക് സ്പെഷ്യൽ ഡേയ്സിനൊന്നും കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈ ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ജോഹാന്റെ ഫസ്റ്റ് ഈസ്റ്റർ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇപ്പം 8 മാസം കംപ്ലീറ്റ് ചെയ്ത് 9th മന്തായി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഫസ്റ്റ് ഈസ്റ്റർ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോ എന്താണ് അങ്ങനെയുള്ള ഫസ്റ്റ് ഈസ്റ്റർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? ഇല്ല, എല്ലാ ഈസ്റ്റർ പോലെ തന്നെ, പക്ഷെ ഞങ്ങൾക്ക് അതിമധുരമായിട്ടുള്ളൊരു ഈസ്റ്റർ ആണ്. കാരണം ജോഹാൻ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഇപ്പം കുറച്ചുകൂടെ നാള് ആക്റ്റീവായി തുടങ്ങുന്ന ടൈമാണ്. അപ്പം അവനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരണുള്ളൂ എന്താണ് ആഘോഷം എന്നൊക്കെ. എല്ലാവരും 2 ഫാമിലി ആയിട്ട് കൂടുന്നുണ്ട്. എൻ്റെ വീട്ടിലും അതുപോലെ ആളുടെ വീട്ടിലും ഒന്നിച്ച്. അങ്ങനെയാണ് സ്പെഷ്യാലിറ്റീസ്. നമ്മുടെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ അപ്പോഴേക്കും ഞങ്ങള് ട്രാവൽ ചെയ്യാണ്. സാധാരണ ഞങ്ങള് 2 ഈസ്റ്റർ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 വട്ടം ഈസ്റ്റർ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ രാവിലെ കഴിയും, ഉച്ചയ്ക്ക് ഞങ്ങള് കൂത്താട്ടുകുളത്തേക്ക് പോകും. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പായിരിക്കും. അവിടെ നല്ല കുശാലായിട്ട് ഭക്ഷണമൊക്കെ റെഡി ആയിരിക്കും. അത് എനിക്കൊന്നിപ്പോ ഞാൻ പറഞ്ഞു അവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ പ്രേക്ഷകർക്കും അറിയാം. പറഞ്ഞ റിപ്പീറ്റേഷൻ ആയിരിക്കും. ഇടിയിറച്ചി അതാണ് ഫേവറേറ്റ്. അതെല്ലാം റെഡി ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് ഈ പിടി ഇറച്ചി, കോഴിയിറച്ചിയും ഈ പിടി എന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടിയിലൊക്കെ ഉരുട്ടിയെടുത്ത് വേവിച്ചെടുക്കണം. അത് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ കുറച്ച് ഈസ്റ്ററിന്റെ സ്പെഷ്യാലിറ്റി അതാണ്. കൂത്താട്ടുകുളം. എന്റെ ട്രിവാൻഡ്രം, ധന്യരുവില്, കൂത്താട്ടുകുളം. അപ്പം അര ദിവസം 50% ഇവിടെ, 50% അവിടെ ഇവിടെയും ഉദ്ദേശം അതാണ്. അത്യാവശ്യം. പക്ഷെ ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയാലും കൈപ്പുണ്യം അത് എൻ്റെ 2 മമ്മിമാർക്കും അത് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും ഓരോ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിരിയാണി, കട്ട്ലറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അവര് അവിടെ നിന്ന് ഇപ്പം ധന്യയുടെ മമ്മിയൊക്കെ ഇവിടെ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. അവിടെ പോകുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഇടിയിറച്ചിയാണ്. കാര്യം വേറൊന്നും വേണ്ട. ചോറാണെങ്കിലും ചോറും ഇടിയിറച്ചി മാത്രം മതി. അത് വേറെ ഒരു കറിയും വേണ്ട. തുടങ്ങി പറഞ്ഞെന്നെ കൊതിപ്പിച്ച് എനിക്ക് വിശപ്പ് വന്നു തുടങ്ങി. എന്തായാലും ഇദ്ദേഹം കഴിക്കാറതായിട്ടില്ലാത്തോണ്ട് കൊള്ളാം. ഓക്കെ, ഈ ഈസ്റ്റർ പ്രമാണിച്ച് ഒരുപാട് നിങ്ങൾക്ക്
കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് പള്ളിയിൽ പോവുക അല്ലെങ്കിൽ നോമ്പെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എത്രയോ ദിവസത്തെ നോമ്പുകളൊക്കെ ശേഷമല്ലേ ഈസ്റ്ററും മറ്റുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഉണ്ടോ ആ സാഹചര്യം? നോമ്പെടുക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലും ചെയ്യുന്ന പ്രവൃത്തിയിലുമാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചു വരുന്നു. അതായത് ചുരുക്കി പറഞ്ഞ നോമ്പെടുത്തില്ല. അതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? കള്ളം പറയാൻ പാടില്ല, സത്യം പറഞ്ഞു നോമ്പെടുത്തില്ല. ഓക്കെ ഓക്കെ. ശരിക്കും ഈസ്റ്ററിന് വേറെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പാചകത്തിന്റെ കാര്യം പറഞ്ഞു, നല്ല സ്പെഷ്യൽ ഡിഷസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളെ സംബന്ധിച്ച് അതായത് ഈസ്റ്റർ ആഘോഷിക്കുന്ന നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് പാലിക്കാറില്ല എങ്കിൽ പോലും മെയിനായിട്ട് നമുക്ക് നോയമ്പ് തന്നെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് അതിന് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. പലയിടത്തും പല സ്ഥലങ്ങളും പല രീതിയിലായിരിക്കും അത് ആചരിക്കുന്നത്. പിന്നെ ആ മന്ത് എന്ന് പറയുന്നത് നമ്മൾ പ്യുവറായിട്ട് കാണുന്ന ഒരു മന്താണ്. അപ്പം കൂടുതലും പള്ളികളിൽ പോകുന്നത് തന്നെയാണ്, വേറെ വീട്ടിലെല്ലാവരുമായിട്ട്. പിന്നെ കൂടുതലും പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് നമ്മൾ ഈസ്റ്റർ എത്തുമ്പോഴത്തേനും നല്ലൊരു ഒരു കാമൻ കൂൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ സമാധാനപരമായിട്ട് ആഘോഷിക്കണം എന്നുള്ളതാണ്. പിന്നെ സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ചു കൂടണം, അതാണ് അതിൽ വലിയ കാര്യം. പിന്നെ ദുഃഖവെള്ളിയൊക്കെ അത് നമ്മളെപ്പോഴും ആ ഒരു ഇത് വിശ്വാസം അതെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഓരോ ദിവസങ്ങളാണ്. ഏതായാലും ആ ഒരു ഈസ്റ്ററിന്റെ ആ ഒരു വളരെ വളരെ ശാന്തമായ ത്യാഗത്തിന്റെ ഒക്കെ ആ ഒരു ദിവസമാണ് അതെന്തായാലും, അല്ലേ ജോഹാൻ? അല്ല, ജോഹാൻ കുറെ നേരമായിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം, എന്താ ഒരു കാര്യം ഇവിടെ ഇത്. ഓക്കെ, അപ്പൊ ജോഹാന്റെ സ്പെഷ്യാലിറ്റീസ്, അല്ലെങ്കിൽ അവനെ ഈ ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് പുള്ളിക്കാരനുള്ള സഹകരിക്കുന്ന ഒരു മനോഭാവമാണോ? ആദ്യമേ അവന്റെ പേരിട്ടത് ഒരു ഞങ്ങള് വളരെ പറഞ്ഞ പോലെ ആലോചിച്ച്, സാധാരണ ഇത് അച്ഛന്റെ മോനാണോ അമ്മയുടെ മോനാണോ എന്നൊക്കെ ഉള്ള ചോദ്യം വരും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കം വേണ്ടെന്ന് വിചാരിച്ച് JOH, ജോൺ ഡേ JOയും ധന്യയുടെ DHAN. അപ്പൊ H എന്ന് പറഞ്ഞ കോമൺ ആണ്, JOHAN, ജോഹാൻ, ഗോഡ് ഈസ് ഗ്രേഷ്യസ് എന്നാണ് മീനിങ്. അപ്പൊ അതിലൊരു തർക്കമില്ല. പക്ഷെ ഈ ഒരു പേര് എങ്ങനെ ഞങ്ങൾ ഇട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടതല്ല. പെട്ടെന്ന് ഒരു ദിവസം എല്ലാരും പേര് ഇട്ട് വെക്കണം, ഹോസ്പിറ്റലിൽ പോകുമ്പോ അത്യാവശ്യമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാനിങ്ങനെ വെറുതെ താഴെ ഫുഡ് കഴിക്കാൻ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു പേര് വന്നു, ജോഹാൻ. വേറെ ആരും പറഞ്ഞ അങ്ങനെ ഒരു ഓർമ്മയില്ല, പെട്ടെന്ന് ജോഹാൻ എന്നുള്ള പേര് വന്നു. ഞാൻ ചോദിച്ചു വീട്ടിലെല്ലാവരുടെ അടുത്തും, ആദ്യം ഒന്ന് പിന്നീട് ആള് 2 ആഴ്ച ആലോചിച്ച് അതിന്റെ മീനിങ് കണ്ടെത്തി, ഗോഡ് ഈസ് ഗ്രേഷ്യസ്, നമുക്ക് ജോഹാൻ തന്നെ ഇടാം. അങ്ങനെ കിട്ടിയൊരു പേരാണ്. ജോഹാൻ ഇനി അധികം നേരം ഇരിക്കില്ല, അത് പുതിയ ആൾക്കാരെ കാണുമ്പോ അവൻ കുറച്ചു നേരം ട്രൈ ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റർ വിശേഷങ്ങൾ കേട്ട് ഇനി കുറച്ച് മൂവി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കാണുന്ന പ്രേക്ഷകർക്ക് അതായിരിക്കും കൂടുതൽ അറിയാൻ ആഗ്രഹം. എങ്ങനെയുണ്ട് 3Gക്ക് ശേഷം ഏതെങ്കിലും പുതിയ പ്രോജക്റ്റ്? 3Gക്ക് ശേഷം ഞാനിപ്പോൾ കോർപ്പറേറ്റ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ആണ് കമ്മിറ്റ് ചെയ്തത്. 3Gക്ക് ശേഷം 2-3 മൂവി ഓഫർ വന്നു, പക്ഷെ അത് കുറേ നമ്മളൊരു ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വന്ന കാരണം 1-2 ഓഫേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഈ ഒരു 2014 മിഡിലാവും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതാണ് ഇപ്പം റീസെൻ്റായിട്ട് ചെയ്ത കോർപ്പറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് നിശാന്ത് ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു മെയിൻലി ബിസിനസ് ആണ് നമ്മുടെ മെയിൻ സ്ട്രീം. ഒരു 75% കരിയറിലെ ബിസിനസ് ആണ്. ഈ ബിസിനസ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു താര പദവി എപ്പോഴെങ്കിലും ബിസിനസ്സിൽ ഗുണം ചെയ്തിട്ടുണ്ട്? എപ്പോഴും താര പദവി എന്നല്ല, നമ്മളൊരു ഫെമിലിയർ ഫേസ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു കസ്റ്റമറെ ഒരു ക്ലയൻറ്റിനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫാമിലി, ഇപ്പോൾ മെയിൻലി സാംസൺ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ. അപ്പം ആ ഒരു ഫ്ലാറ്റോ ഒരു വില്ലയോ വാങ്ങാൻ വരുന്ന ഒരു ക്ലയൻറ്റിന് എന്നെ കാണുമ്പോൾ ഒരു ജോൺ ഇതല്ലേ എല്ലാം ഒരു പരിചയം കാണും. ഒരു ബിസിനസ് പേഴ്സൺ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ, അതിനേക്കാളും ഒരുപാട് മടങ്ങ് അടുപ്പം ഉണ്ടാവും, ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാവും ഫസ്റ്റ് മീറ്റ് ചെയ്യാം. അപ്പോൾ അതെന്നെ ബിസിനസ്സിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോറോവർ അതിനേക്കാളൊക്കെ ഈ ഡാൻസ് ആക്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷനാണ്. ഇതൊരു നമ്മുടെ കരിയറാണ്. നമ്മുടെ ഒരു
ഡാൻസ് ഉണ്ട്. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. സിമ്പിളും കാണും. അത് പക്ഷേ അല്ല. ഫിലിംസിന്റെ കാര്യം നമ്മുടെ ടൈം എന്ന് പറയുന്നത് അതെ, അത് manage ചെയ്യാൻ പാടാ. മാനേജ് ചെയ്യാൻ 20-25 days ഒക്കെ നമ്മൾ മാറി മാത്രമല്ല നിൽക്കണം. നമ്മളെപ്പോഴും കീപ്പ് ഓൺ ട്രൈ എന്നുള്ളതാണ് ഫിലിംസിന്റെ കാര്യം. എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല പുതിയ സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ഡയറക്ടേഴ്സിനായിട്ട് തായാലും നമ്മളെപ്പോഴും ഒരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം അവരുമായിട്ട്. അതൊന്നും നമുക്ക് പറ്റാറില്ല ബിസിനസ്സിലിരിക്കുമ്പോൾ. പിന്നെ എല്ലാം നമുക്ക് ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. വൈഫായിട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴും ബിസി ആയിരിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടും. ഇപ്പോഴും പറയാറുണ്ട്. രണ്ടാമത്തെ ഓണം ഉണ്ട്, അത് സെറ്റിലായിരുന്നു. എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ തിരക്കേ ഇല്ല സിനിമയുടെ. വന്ന സിനിമയോ അത് ഈ സമയത്ത് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ഓണം വരാൻ നേരത്തെ അവിടെയാണ്. രണ്ടാമത്തെ അല്ല, ഫസ്റ്റ് ഓണം തന്നെ അവിടെയാണ് ഒന്നിച്ച് ഓണം ആഘോഷിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ ഒരു ഫിലിം ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഫിലിമിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യും അങ്ങനെ വിചാരിച്ചല്ല അല്ല. ഞാനന്ന് ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. ആ ഓണത്തിനൊക്കെ വരണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുകളിൽ ഒരാൾ വരയ്ക്കുമല്ലോ, അതേപോലെ അല്ല. കറക്റ്റ് ആ ദിവസമായപ്പോൾ സെറ്റിലാണ്. എനിക്ക് വരാനായിട്ട് പറ്റില്ല. അന്ന് അവിടെ ഷൂട്ടുണ്ട് തിരുവോണത്തിന് അന്ന്. പിന്നെ ഇവരെല്ലാരും കൂടെ അങ്ങ് വന്നു തൃശ്ശൂർ. ഞാൻ അതിനെ പ്ലാൻ ചെയ്ത് അവിടെ പോയി. നമുക്ക് ഫസ്റ്റ് ഓണം മിസ് ചെയ്യാനൊരു മനസ്സ് വന്നില്ല, അങ്ങനെ അങ്ങ് പോയി. ജോഹാനൊപ്പം ഉണ്ടായിരുന്നു. ചിലപ്പോ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഈസ്റ്ററിന് എപ്പോഴും 2 വർഷമായിട്ടും ഒന്നിച്ച്. ആളുടെ കാര്യം പറയണം. അപ്പൊ ഞാനേ ബിസി സെയിൽസ് ഹെഡാണ്. സെയിൽസ് ഡയറക്ടറായിട്ട് ഞാനൊരു തസ്തിക കൊടുത്തു. അപ്പം ധനിക്ക് കീഴിലെ സ്റ്റാഫുണ്ട്, സെയിൽസ് മാനേജറുണ്ട്, ടീം ലീഡേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു സെയിൽസ് ടീമുണ്ട്. അപ്പോൾ 2 വർഷമായി നമ്മള് പണി പഠിപ്പിക്കുമല്ലോ, ഒരു തൊഴിൽ പഠിപ്പിച്ച്. അപ്പൊ നമ്മുടെ കൂടെ നമുക്ക് അങ്ങനെ നമുക്ക് ഇൻഹൗസ് തന്നെ നമുക്കിപ്പോ ശമ്പളം കൊടുത്താലും നമ്മുടെ ഫാമിലിയിലെ തന്നെ പക്ഷേ ആള് ഇങ്ങനെ പഠിപ്പിച്ചെടുത്തെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം ഫിലിമിൽ നിൽക്കുമ്പോൾ തന്നെ ആഫ്റ്റർ മാരേജ് വർക്ക് ചെയ്യണം, സ്വന്തമായിട്ട് എയിം ചെയ്യണം, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ദൈവം സഹായിച്ച് അതുപോലെ തന്നെ വന്നു. പക്ഷെ സ്വന്തം കമ്പനിയിൽ നിന്ന് മാത്രം. ഒത്തിരി ഫ്രീഡം ഉണ്ട്. നമ്മുടെ ടൈമിന് വർക്ക് ചെയ്താൽ മതി. കാരണം നമുക്ക് കാര്യങ്ങൾ കുറെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. അതെ, ഏത് ടൈമിലായാലും നമ്മുടെ ആവശ്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. കമ്പനിയുടെ കാര്യങ്ങൾ നടക്കുക. ഇത്തിരി ആത്മാർത്ഥത കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു കോറായിട്ടുള്ള ഒരു ഇതിലേറ്റ മാർക്കറ്റിംഗ് അതിലേറ്റ എനിക്ക് ചോദിക്കാം. അതെന്താ കസ്റ്റമർ എന്താ ഫോളോ അപ്പ് ചെയ്തു. പിന്നെ ബിസിനസ് ടൈമിൽ ആള് പക്ക ബിസിനസ് പേഴ്സൺ ആണ്. അതില് വേറെ ഒരു ഫാമിലിയോ വൈഫോ വേറെ ഒന്നും നോക്കാറില്ല. ഞങ്ങള് പിന്നെ നോക്കി ഇരുന്ന് ഞങ്ങള് പിന്നെ 5-8 മാസം കൊണ്ട് ഹണിമൂണിന് പോയി. അത് തന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇനിയിപ്പോ ജോഹാനെ കൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ കുറച്ചുകൂടെ നടക്കാറൊക്കെ ആവട്ടെ. എന്നിട്ട് ഹണിമൂണൊക്കെ പോയത് ഞങ്ങൾ ഒരു വർഷമൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. പോയപ്പോ നല്ല രീതിയിൽ എല്ലാവരും പോയി. സിംഗപ്പൂർ, ഹോങ്കോങ് എല്ലാം കറങ്ങി എല്ലാം തിരിച്ചു ഇല്ലെങ്കിൽ എങ്ങും പോയില്ല. അതാണ്. വീട്ടില് അടുക്കളയിൽ കയറി തുടങ്ങി. നേരത്തെ പറഞ്ഞു പാചകം പഠിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും അടുക്കളയിൽ കയറുമല്ലേ. പാചകം എന്ന് പറയുന്ന മഹാസാഗരത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് തന്നെ. പിന്നെ ദൈവം സഹായിച്ച് ഇദ്ദേഹത്തിന് പാചകം ചെയ്യണമെന്നും ഇഷ്ടപ്പെടില്ല. ഞാനൊന്നല്ല, അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി വൈഫ് ഉണ്ടാക്കണ തന്നെ കഴിക്കുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പുറത്തുനിന്ന് കഴിക്കുന്ന കൂടുതൽ ഇഷ്ടം. ഭാഗ്യവതിയാണ് ആ കാര്യത്തിൽ. അതുകൊണ്ടൊന്നും പഠിച്ചില്ല ഇതുവരെ. അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ഞാൻ എല്ലാം പഠിപ്പിച്ചെടുത്തത്. കാര്യം ഞങ്ങള് മിക്കവാറും ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാ ഒരു 8:39 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ഞങ്ങൾ കാർ എടുക്കും. ഞങ്ങൾ ഇറങ്ങി ട്രിവാൻഡ്രത്തുള്ള ഒരു 98% ഹോട്ടലിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. എനിക്ക് ഓരോ സ്ഥലത്ത് ഓരോ മെനു ഉണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ സബ് എന്ന് പറഞ്ഞാൽ സബയിലുണ്ട്, ആംബ്രോസിയിലുണ്ട്, KFCയിലുണ്ട്, സംസമിലുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ സാർ ഇതല്ലേ ഇങ്ങോട്ട് പറഞ്ഞു കടന്നു വേണ്ട. വിളിച്ച് പറഞ്ഞിട്ട് അവിടെ പോകുമ്പോഴത്തേക്കും പാഴ്സൽ അറിയാം.
ഓക്കെ, ഈസ്റ്ററിന് നാട്ടിൽ പോകുന്നോണ്ട് കൊള്ളാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അല്ല തന്നെയായിരിക്കും. അവിടെ ഈ പറഞ്ഞ പോലെ മെനു ഉണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് അറിയാം, ആള് ചെല്ലുമ്പോ അറിയാം ഇന്ന ഒക്കെ ഉണ്ടാക്കുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും ഭക്ഷണ കാര്യത്തിൽ ഞങ്ങള് കോംപ്രമൈസ് ചെയ്യില്ല. കഴിക്കുന്ന അന്നമാണ് നമ്മുടെ പിന്നെ അതിന്റെ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിഭവങ്ങളുണ്ടോ ഈസ്റ്ററിൽ തന്നെ? എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ട് അധികം വെജിറ്റബിൾസ് എനിക്ക് ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല, നോൺ വെജ് ആണ് താല്പര്യം. നോൺ വെജ് ആണ്. തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെയല്ല, പക്ഷെ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. അയ്യോ, വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടായിരിക്കും. രണ്ടുപേരും ഗ്ലാമർ ആണല്ലോ, അത് പറയാനുള്ളതാണ്. ആരാ ഏറ്റവും ഗ്ലാമർ എന്ന് പറയണെങ്കിൽ സുമിത പറഞ്ഞിട്ടാണ്. അയ്യോ അവത്ത് അയ്യോ അതെ അതെ, ആരാണ് ഗ്ലാമർ എന്ന് പറയണം എങ്കിൽ എന്തെങ്കിലും ബിരിയാണി ഓഫർ ചെയ്താൽ വേണമെങ്കിൽ. അല്ല എന്തായാലും ഇനിയിപ്പോ പോകുന്ന അവിടെ കൂത്താട്ടോളം പോകുന്നതിന് ഒരു ഡിസ്കഷൻ മാറ്റർ ആയി. എന്താ അത് പറയാത്തല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ഒരു പാട്ട് പാടിക്കുക എന്നുള്ള ലക്ഷ്യം എന്തായാലും ഉണ്ട്. എനിക്ക് ഈസ്റ്റർ ദിനത്തിൽ പാടിപ്പിക്കണമെന്നുണ്ട്. ഞങ്ങൾ പാടിയാൽ സുമി പാടുപെടും. ദൈവം സഹായിച്ചു ഞാൻ ആഗ്രഹിച്ചത് ജോഹാനെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ടുപേരും പാടാൻ പറ്റണേ. ഞാനിവൻ വയറ്റിലായിരുന്നപ്പോ തന്നെ ആലോചിച്ചു കാര്യം എന്താ അറിയാം, സ്കൂൾ കോളേജിലൊക്കെ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്ന പാട്ട് പാടുന്നവരാ. കാര്യം ഒരു സെറ്റപ്പും വേണ്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എപ്പോ നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയ സപ്പോർട്ടിങ്, അതിന് പ്രാക്ടീസ് വേണം, അതിന് ആ ഒരു പാട്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് വേണം, കളിക്കാനുള്ള പ്ലാറ്റ്ഫോം വേണം. എന്നിട്ട് ഓഡിയൻസ് താഴെ ഇരുന്ന് അവർക്ക് ഒരു ഹൈറ്റിൽ നല്ല വിസിബിൾ ആണെങ്കിൽ മാത്രമേ ഒരു ഡാൻസ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ഒരു സീഡിയും കൊണ്ടുവന്ന് ഒരു കരയ്ക്ക് എഴുതിയിട്ട് അവർ കിടന്ന് അടിച്ചു പൊളിച്ച് എല്ലാവരുടെയും ഒരു ഒരു ഐ ക്യാച്ചിങ് പെർഫോമൻസ് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പാട്ട് പാടുന്ന അതാണ് ശരിക്കും ഏറ്റവും ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാല് ആ ഒരു കഴിവ്. ജോഹാനെങ്കിലും പാടുപെടാതെ പാടട്ടെ. സുമി പാടും, ഞാൻ പാടും, പ്രശ്നമില്ല. ഇന്നേ ദിവസം പാടുന്നതാണ് ആലോചിച്ചത്. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രേക്ഷകർക്ക് സുമിയുടെ ഭാഗം യോഗമാണ് കേട്ടോ നിങ്ങളുടെ. ഓക്കെ, എന്തായാലും ക്രിസ്തുദേവത്തെ സ്തുതിച്ച് പാടാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു 4 വരി ട്രൈ ചെയ്യാം. നിങ്ങൾ പാടാത്ത ആൾക്കാരായിട്ട് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഉണ്ട്. വാതിൽ തുറക്കൂ നീ കാലവേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപമേ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ, വാതിൽ തുറക്കൂ നീ കാലമേ. തൽക്കാലം ഇത്രയും മതി അല്ലേ? താങ്ക് യു. ഇത്രയും സംഗതിയോടുകൂടി നല്ല രീതിയിൽ ഇത്രയും പാടുന്ന ഒരാളാണ് ഞങ്ങളുടെ അടുത്ത് പാടുന്നുണ്ട്. പിന്നെ പാട്ട് തന്നെ വെറുതെ പോകണ്ടേ? ഭാഗ്യമായി അല്ലേ തന്നെയാ. ഓക്കെ, പിന്നെ ഈസ്റ്ററിന് വേറെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, അതായത് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. കാരണം അന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ നാട്ടിലാണെങ്കിൽ എല്ലാവരും വീട്ടിൽ കാണും, അല്ലെങ്കിൽ നേർച്ചകൾ അങ്ങനെ ഒത്തിരി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. അപ്പം ഒരു പരസ്പരം സ്നേഹം, വീട്ടുകാർ തമ്മിലുള്ള സ്നേഹം, നെയ്ബേഴ്സ് തമ്മിലുള്ള സ്നേഹം, അതൊക്കെ കാണിക്കുന്ന ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ദിവസമെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് ഒന്നല്ല, നമുക്ക് കേരളത്തിൽ ഒത്തിരി ദിവസങ്ങളുണ്ട് അങ്ങനത്തെ, പക്ഷെ അതിലൊരു ദിവസമാണ് ഈസ്റ്റർ. അപ്പം എല്ലാവരും സമാധാനപരമായിട്ട് വീട്ടിലിരുന്ന് എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സന്തോഷപൂർവ്വം ഇരിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിൽ ആ ഒരു മെസ്സേജ് കൊടുത്തതിനിടയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ സമാധാനം, സ്നേഹം, ത്യാഗം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇറയിൽ അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ കുറച്ച് കുറഞ്ഞു പോകുന്നില്ല? എല്ലാവരും മിക്സഡ് ആയിട്ട് വരുന്നു, പോകുന്നു, എല്ലാവരും സെൽഫ് സെന്റേഡ് ആണ്, ബിസിയാണ്, ടൈം കിട്ടാത്തതാണ്. പിന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ എന്ന് പറഞ്ഞാൽ അവനവരുടെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാളും വേറൊരാളുടെ കാര്യം ശ്രദ്ധിക്കാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഈസ്റ്റർ ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവലിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ടെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 100-ൽ 20% വ്യത്യാസം മേ ബി അറ്റ്ലീസ്റ്റ് ആ ആഴ്ച അല്ലെങ്കിൽ ആ മാസം അങ്ങനെ ഒരു വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളടുത്ത് ഒരു ശത്രുതയുണ്ട്, ഇപ്പം
ആ ശത്രുത ഉണ്ട്. ഇപ്പം പള്ളിയിൽ പോകുമ്പോഴും കേൾക്കുന്ന പ്രസംഗങ്ങളിലാണെങ്കിലും ഇത് ഇങ്ങനെ ഒരു മെസ്സേജസ് ആണ് കിട്ടുന്നത്. അപ്പം ഒരു 100-20 പേര് ചിന്തിക്കും, ഈ പറയുന്ന പോലെ ദേഷ്യമുള്ള ഒരാളെ പറ്റി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആ പിണക്കം മറക്കും. അത് ഒരു കുടുംബത്തിൽ, ഒരു സമൂഹത്തിൽ വരുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ അതിനു വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചെറിയൊരു പരിമിതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ പല ആഘോഷങ്ങളും മാറാതെ ഇനിയും അല്ലെ തുടർന്നുള്ള നമ്മുടെ പുതിയ തലമുറയും ഒക്കെ തന്നെ ആ ഒരു രീതിയിൽ ആഘോഷങ്ങളിലെല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെയും ഇതിന്റെ ഭാഗമായി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളോടൊപ്പം എനിക്കും പറയാനുള്ളത് റിക്വസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് നിങ്ങൾ രണ്ടുപേരുടെയും പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ സ്പെഷ്യലി നമ്മുടെ ജോഹാൻ എത്രയും നേരമൊക്കെ പിടിച്ചിരുന്നു, ഇനിയിപ്പോ പറ്റില്ല എന്നുകൊണ്ട് പുറത്തു പോയതാണ്. ഞങ്ങളുടെ 3 പേരുടെ വകയായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഈസ്റ്റർ വിഷ് കൊടുക്കാം. എല്ലാ ACV പ്രേക്ഷകർക്കും എന്റെയും ധന്യയുടെയും സുമിയുടെയും ഞങ്ങളുടെ ജോഹാന്റെയും ഹാപ്പി ഈസ്റ്റർ.